ഹലോ എല്ലാവർക്കും PSC പാഠപുസ്തകം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ PSC പഠിക്കുന്നവർക്ക് വേണ്ടി റാങ്ക് ഫയൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. റാങ്ക് ഫയലിൻ്റെ പേജും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരണങ്ങളുമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി എത്തിക്കുക, ലൈക്കും ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് തുടക്കത്തിൽ തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ പരീക്ഷയിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ആവർത്തിക്കുന്ന ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഭാഗമാണ്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പം ഞാനിതിൽ റാങ്ക് ഫയലിൻ്റെ പേജും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങാം. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലയ്ക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് വിപത്ത് എന്ന് പറയുന്നത്. എന്താണ്? ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹിക സാമ്പത്തിക മേഖലയ്ക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തെയാണ് വിപത്ത് എന്ന് പറയുന്നത്. ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യമാണ് ദുരന്തം. അപ്പം ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യത്തെ അത്യാഹിതം എന്നും പറയുന്നു. അപ്പോൾ എന്താണ്? ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യത്തെ അത്യാഹിതം എന്നും പറയുന്നു. ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകൾ, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യക്ഷമതയാണ്. അതായത് ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകൾ, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യക്ഷമതയാണ്. അപ്പം ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലയ്ക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് വിപത്ത്. ഫലപ്രദമായി നേരിടാനാകാത്ത സാഹചര്യം ദുരന്തമാണ്. വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യം അത്യാഹിതമാണ്. ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ദുരന്തവേളയിൽ ഫലപ്രദമായി പ്രതികരിച്ചും കൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ദുരന്ത നിവാരണം എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് ദുരന്ത നിവാരണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, തെറ്റിപ്പോവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രതിരോധം, ലഘൂകരണം, മുന്നൊരുക്കം എന്നീ പ്രവർത്തനങ്ങളിലൂടെ ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെ ലഘൂകരിക്കുകയോ ഒഴിവാക്കുകയാണ് ദുരന്ത നിവാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പം പ്രതിരോധം, ലഘൂകരണം, മുന്നൊരുക്കം എന്നീ പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെ ലഘൂകരിക്കുകയോ ഒഴിവാക്കുകയാണ് ദുരന്ത നിവാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്ന 3 ഘട്ടങ്ങളാണ് ദുരന്തപൂർവ്വഘട്ടം, അതായത് ദുരന്തം തടയുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, ദുരന്തപൂർവ്വഘട്ടം, ദുരന്ത സമയഘട്ടം, ദുരന്താനന്തര ഘട്ടം എന്നിവ. ഇപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്ന 3 ഘട്ടങ്ങളാണ്. ഒന്ന് ദുരന്തപൂർവ്വഘട്ടം, ദുരന്ത സമയഘട്ടം, ദുരന്താനന്തര ഘട്ടം എന്ന് പറയുന്നത്. ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളെ പ്രാഥമിക, ദ്വിതീയ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ എന്തായാലും ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക. പ്രാഥമിക പ്രത്യാഘാതങ്ങൾ എന്താണ്? വിപത്തുണ്ടാകുന്ന സമയത്ത് തന്നെ സംരംഭിക്കുന്ന പ്രത്യാഘാതങ്ങളാണ്, അല്ലെങ്കിൽ വിപത്തുണ്ടാകുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണ്. അതായത് പ്രളയവേളയിലെ അപകടങ്ങൾ, ഭൂകമ്പ സമയത്തുള്ള കെട്ടിടങ്ങളുടെ തകർച്ച, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് എന്നിവ പ്രാഥമിക പ്രത്യാഘാതങ്ങളാണ്. എന്താണ്? പ്രാഥമിക പ്രത്യാഘാതങ്ങളാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദ്വിതീയ പ്രത്യാഘാതങ്ങളാണ്. ദ്വിതീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രാഥമിക പ്രത്യാഘാതങ്ങളെ പ്രേരണയാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ദ്വിതീയ പ്രത്യാഘാതങ്ങൾ. അതായത് പ്രാഥമിക പ്രത്യാഘാതങ്ങളുടെ പ്രേരണയാൽ സംഭവിക്കുന്നതാണ് ദ്വിതീയ പ്രത്യാഘാതങ്ങൾ. ഭൂകമ്പത്തെ തുടർന്നുണ്ടാകുന്ന അഗ്നിബാധ, ജലവൈദ്യുത സേവനങ്ങളുടെ തടസ്സപ്പെടുത്തൽ എന്നിവ. തൃതീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ദുരന്തത്തെ തുടർന്ന് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളാണ് തൃതീയ പ്രത്യാഘാതങ്ങൾ എന്നറിയപ്പെടുന്നത്. ദുരന്തത്തെ തുടർന്ന് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളാണ് തൃതീയ പ്രത്യാഘാതങ്ങൾ എന്നറിയപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥ നശീകരണം, നദീപാതകളുടെ സ്ഥിരമായ ദിശമാറി ഒഴുകൽ, കൃഷിനാശമൊക്കെ എന്നാണ് തൃതീയ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടുന്നവയാണ്. ഭാവിയിൽ സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അറിയപ്പെടുന്നത് പ്രവചനം എന്നാണ്. എന്താണ്? ഭാവിയിൽ സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അറിയപ്പെടുന്ന പ്രവചനം എന്നാണ്. ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഭൗമ പ്രക്രിയകളെ വിലയിരുത്തുവാൻ പോകുന്ന അപകടത്തിന് മുന്നോടിയായി സംഭവിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും സൂചകങ്ങളെ തിരിച്ചറിയുന്നു. എന്താണ്? ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഭൗമ പ്രക്രിയകളെ വിലയിരുത്തി വരാൻ പോകുന്ന അപകടത്തിന് മുന്നോടിയായി സംഭവിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സൂചകങ്ങളെ തിരിച്ചറിയുന്നു.
അപ്പോൾ അടുത്ത് ദുരന്ത നിവാരണ നിയമത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. ദുരന്തങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരവും സ്ഥാപനപരവുമായ ചട്ടക്കൂടി ഈ നിയമം പ്രദാനം ചെയ്യുന്നു. എന്താണ്? ദുരന്തങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരവും സ്ഥാപനപരവുമായ ചട്ടക്കൂട് എന്ത് ചെയ്യുന്നു? ഈ നിയമം പ്രദാനം ചെയ്യുന്നു. അടുത്ത്, പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായി പുതിയ ചുമതലകൾ നൽകുവാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതായത് പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായി പുതിയ ചുമതലകൾ നൽകുവാനും എന്ത് ചെയ്യുന്നു? ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പുതിയ സ്ഥാപനങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായി പുതിയ ചുമതലകൾ നൽകുവാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതായത് കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്തു? പുതിയ ചുമതലകളൊക്കെ നൽകുവാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, അതായത് NDMA രൂപീകരിച്ചു. അതായത് ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA രൂപീകരിച്ചു. NDMAയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്നതിനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിക്കുകയും ചെയ്തു. അതായത് ഈ NDMAയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായിട്ട് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എന്ത് ചെയ്തു? ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായി. SDMA സഹായിക്കുന്നതിന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലയിൽ വന്നു. SDMA സഹായിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു? ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലയിൽ വന്നു. ജില്ലാതലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും രൂപീകരിച്ചു. ജില്ലാതലത്തിൽ എന്ത് ചെയ്തു? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും രൂപീകരിച്ചു. 79 വകുപ്പുകൾ അടങ്ങിയ നിയമത്തിലെ വകുപ്പ് 14(1) എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. 79 വകുപ്പുകൾ അടങ്ങിയ നിയമത്തിലെ വകുപ്പ് 14(1) എന്ത് ചെയ്തു? എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. 79 വകുപ്പുകൾ അടങ്ങിയ നിയമത്തിലെ വകുപ്പ് 14(1) എന്ത് ചെയ്തു? എല്ലാ സംസ്ഥാനങ്ങളും ഒരു ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അധ്യായങ്ങൾ എത്രയാണ്? 11 അധ്യായങ്ങളാണ് അല്ലേ? 11 അധ്യായങ്ങളാണ്. അധ്യായങ്ങൾ 11 വകുപ്പുകൾ 79. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ അധ്യായങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? അത് 11 അധ്യായങ്ങളും 79 വകുപ്പുകളുമാണ്. എത്ര അധ്യായങ്ങളാണ്? 11 അധ്യായങ്ങളും 79 വകുപ്പുകളുമാണ്. ഇന്ത്യയിലെ ദേശീയ ദുരന്ത നിവാരണത്തിലുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിലുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, അഥവാ NDMA എന്നറിയപ്പെടുന്നത്. NDMA. അടുത്ത, കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 2005 മെയ് 30-നാണ്. അപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എന്ത് ചെയ്തു? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 2005 മെയ് 30-നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലാണ്. മസ്റ്റായിട്ട് പഠിക്കുക, എക്സിക്യൂട്ടീവ് ഓർഡറിലാണ്. അപ്പോൾ അന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 2005 മെയ് 30-നാണ്. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതെന്നാണ് 2005 ഡിസംബർ 23-നാണ്. അപ്പോൾ ഡിസംബർ 23-ന് അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചു. നിയമപരമായ സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി പദവി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2005 ഡിസംബർ 23-ന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 3 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 3. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് വെച്ചാൽ വകുപ്പ് 3, കാലാവധി 5 വർഷമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ന്യൂഡൽഹിയിൽ ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ആരാണ് പ്രഖ്യാപിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങളാണ് നയവും പദ്ധതികളും. അപ്പോൾ ഒന്നാമത്തെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങളിൽ ഒന്നാണ് നയവും പദ്ധതികളും. നയവും പദ്ധതികളും ദുരന്ത ലഘൂകരണം. ദുരന്ത ലഘൂകരണം. പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും ശേഷി വർദ്ധിപ്പിക്കൽ, അതുപോലെ തന്നെ ധനകാര്യം എന്നിവ. നയവും പദ്ധതികളും ദുരന്ത ലഘൂകരണം, പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും ശേഷി വർദ്ധിപ്പിക്കൽ, ധനകാര്യം എന്നിവ. അപ്പോൾ നയവും പദ്ധതികളും ദുരന്ത ലഘൂകരണം, പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും ശേഷി വർദ്ധിപ്പിക്കൽ, അതുപോലെ തന്നെ ധനകാര്യം എന്നിവ എന്താണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങൾ ആണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർപേഴ്സണും 9-ൽ കൂടാതെ മറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇപ്പോൾ എത്ര അംഗങ്ങൾ ഉൾപ്പെടുന്നു? 10 അംഗങ്ങൾ. ടോട്ടൽ എത്രയാണ്? 10. ഒരു ചെയർമാനും മറ്റ് 9 അംഗങ്ങളും ഉൾപ്പെടുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എത്രയാണ്? ഒരു ചെയർപേഴ്സണും ഒരു
9 അംഗങ്ങളും ഉൾപ്പെടുന്നു. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ് കേട്ടോ. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. മറ്റംഗങ്ങളെ ദേശീയ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ നാമനിർദ്ദേശം ചെയ്യുന്നത്. അതായത് PM അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ എന്ത് ചെയ്യുന്നു, നാമനിർദ്ദേശം ചെയ്യുന്നു. മറ്റംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നവരാണ് പ്രധാനമന്ത്രിയാണ്. മറ്റ് 9 അംഗങ്ങളിൽ നിന്നും ഒരാളെ ചെയർപേഴ്സണെ വൈസ് ചെയർപേഴ്സണായിട്ടും നിയമിക്കാം. ഒരാളെ എന്ത് ചെയ്യാം, വൈസ് ചെയർപേഴ്സണായിട്ടും നിയമിക്കാം. രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ 28-നാണ്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ 28-നാണ്. അത് പ്രീവിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് 2005 നവംബർ 28-നാണ്. ലോക്സഭ പാസ്സാക്കിയത് 2005 ഡിസംബർ 12-നാണ്. ലോക്സഭ എന്നാണ് 2005 ഡിസംബർ 12-നാണ്. 2005 ഡിസംബർ 12-നാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചതാണ് 2005 ഡിസംബർ 23-നാണ്. 2005 ഡിസംബർ 23-ന് എന്ത് ചെയ്തു, പ്രസിഡന്റ് ഒപ്പുവെച്ചു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് നോക്കാം. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നറിയപ്പെടുന്നത്. എന്താണ് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് 14 അനുസരിച്ച്. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്, കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് എന്തെന്നറിയപ്പെടുന്നത്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ 3 സെക്ഷൻ 14 മുതൽ 24 വരെയാണ്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എന്താണ്? 2005 നിയമത്തിലെ ചാപ്റ്റർ 3 ഇപ്പം തന്നെ പഠിച്ചു. 2005 നിയമത്തിലെ ചാപ്റ്റർ 3 14 മുതൽ 24 വരെയുള്ള സെക്ഷനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 2005 സംസ്ഥാന ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ 3 സെക്ഷൻ 14 മുതൽ 24 വരെ. ഓക്കെ. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് 2007 മെയ് 4-നാണ്. അപ്പോൾ 2007 മെയ് 4-നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. എന്നാണ് 2007 മെയ് 4-ന് 2007 മെയ് 4-നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. 2007 മെയ് 4-നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. നിലവിലെ KSDMAയുടെ ഘടന നിലവിൽ വരുന്നത് 2013 ജൂലൈ 17-നാണ്. നിലവിലെ KSDMAയുടെ ഘടന നിലയിൽ വരുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലയിൽ വരുന്ന 2013 ജൂലൈ 17-നാണ്. അപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലയിൽ വരുന്നതെന്നാണ് 2007 മെയ് 4-നാണ്. 2007 മെയ് 4-നാണ്. അപ്പം ഈ നിലവിലത്തെ ഘടന വരുന്ന 2013 ജൂലൈ 17-നാണ്. 2013 ജൂലൈ 17. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. എക്സ് ഒഫീഷ്യോയാണ് കേട്ടോ. അപ്പോൾ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ നിയമത്തിലെ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ചെയർമാൻ നമ്മുടെ പിണറായി വിജയനും ആണ്. അപ്പോൾ അതിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രിയാണ് കേട്ടോ. റവന്യൂ മന്ത്രി. കേരള വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? റവന്യൂ മന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് അംഗങ്ങളാണ് കൃഷി മന്ത്രി, മെമ്പറാണ് കേട്ടോ. കൃഷി മന്ത്രി ഒരു മെമ്പറാണ്. ചീഫ് സെക്രട്ടറി, അതായത് ചീഫ് സെക്രട്ടറിയാണ്. ഓക്കെ. ചീഫ് സെക്രട്ടറി ഒരു മെമ്പറാണ്. എക്സ് ഒഫീഷ്യാണ് ചീഫ് സെക്രട്ടറി എന്നറിയപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. അപ്പോൾ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു മെമ്പറാണ്. അപ്പോൾ ആരൊക്കെയുണ്ട്? ഒന്ന് മുഖ്യമന്ത്രിയുണ്ട്, പിന്നെ റവന്യൂ മന്ത്രി വൈസ് ചെയർമാനായിട്ടുണ്ട്, കൃഷി മന്ത്രിയുണ്ട്, അതൊരു മെമ്പറാണ്. ചീഫ് സെക്രട്ടറി എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പറാണ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറുണ്ട്. അപ്പോൾ ആരാണ്? റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനർ. അപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനർ ഉണ്ട്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ ഒരു മെമ്പർ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ട് അംഗങ്ങൾ? ഒന്ന് കൃഷി മന്ത്രിയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെ അറിയണം? ഒന്ന് മുഖ്യമന്ത്രിയുണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്, പിന്നെ കൃഷി മന്ത്രിയുണ്ട്, മെമ്പർ സെക്രട്ടറി. കൃഷി മന്ത്രി എന്ന് പറയുന്നത് മെമ്പറാണ്. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് CEO ആണ്. ചീഫ് സെക്രട്ടറിയാണ് ഇവിടുത്തെ CEO എന്നറിയപ്പെടുന്നത് കേട്ടോ. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. CEO എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്. അതുപോലെ തന്നെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ മെമ്പർ സെക്രട്ടറി ആയിട്ട് ഉണ്ട്. ഇപ്പോൾ കൃഷി മന്ത്രി ചീഫ് സെക്രട്ടറി CEO ആണ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറുണ്ട്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവനും ഉണ്ട്.
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ്. എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി കൂടാതെ 4 ഗവൺമെൻറ് സെക്രട്ടറിമാരും അംഗങ്ങളാണ്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടാവും നമ്മൾ പഠിച്ചു. അതിനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവുമെന്ന് പഠിച്ചു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ് അല്ലേ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി കൂടാതെ 4 ഗവൺമെൻറ് സെക്രട്ടറിമാരും ഇതിൽ ഉൾപ്പെടുന്നു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന ആരെന്ന് വെച്ചാൽ ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്ത് വിളിച്ചു ചേർക്കുന്നത്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്ത്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി മേൽനോട്ടം വഹിക്കുന്ന KSDMയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അതായത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും കേട്ടോ, അപ്പോൾ 14 ജില്ലയുണ്ടെങ്കിൽ 14 ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMയുടെ കീഴിലുള്ള സ്ഥാപനം എന്ന് വെച്ചാൽ ഏതാണ്? അത് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMയുടെ കീഴിലുള്ള സ്ഥാപനം ഏതാണ്? സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. KSDMയുടെ മോട്ടോ എന്ന് പറയുന്നത് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് ആണ്. KSDMയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ആസ്ഥാനം തിരുവനന്തപുരത്താണ്. മോട്ടോ എന്ന് പറയുന്നത് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് സുരക്ഷായനം എന്നാണ്. സുരക്ഷായനം ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് ഓർ സുരക്ഷായനമാണ്. ഓക്കെ, ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേട്ടോ. കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും പഴയതായ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് CE 371 വെള്ളപ്പൊക്കമാണ്. എന്നാണ് CE 371 വെള്ളപ്പൊക്കമാണ്. ഭൂകമ്പത്തോടനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1341 1341 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലിനി ഇവിടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. അപ്പം 1341 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലിനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ CE 1924 കൊല്ലവർഷം 1099, അതായത് കേരളത്തിൽ CE 1924 കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ് കേട്ടോ. 99 വെള്ളപ്പൊക്കം. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായതെന്നാണ് 2018. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് 2007 മെയ് 4. ഇന്നത്തെ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഇന്നത്തെ ഘടന ലഭിച്ച 2013 ജൂലൈ 17. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. കൃഷിമന്ത്രിയുണ്ട്. ചീഫ് സെക്രട്ടറിയാണ് CEO എന്ന് പഠിച്ചു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനർ ഉണ്ടെന്ന് പഠിച്ചു. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ തലവനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞ അംഗങ്ങൾ 10 ആണെന്ന് പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. കൂടാതെ 4 സെക്രട്ടറിമാരും ഉണ്ടെന്ന് പറഞ്ഞു. അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന ആരാന്ന് പറഞ്ഞു? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചീഫ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുന്ന ജില്ലകളിലെ എല്ലാ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കുന്ന KSDMയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ നമ്മൾ പഠിച്ചു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്നും മോട്ടോ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നും അഥവാ സുരക്ഷായനമാണെന്നും നമ്മൾ പഠിച്ചു. അടുത്തതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്.